ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. മന്ത്രി പി രാജീവ് പതാക ഉയർത്തി ചടങ്ങ് ചലച്ചിത്രതാരം പത്മശ്രീ ജയറാം ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, കേരളക്കരയാകെ അത്തച്ചമയമിട്ട് നിൽപ്പാണ്, പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ. ആഘോഷങ്ങൾ എങ്ങനെ? കൃഷ്ണൻ, വലിയ ഒരു ആഘോഷങ്ങൾക്ക് നിറവിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ ഉള്ളത്. രാജ്യനഗരിയുടെ വീതികളെ അക്ഷരാർത്ഥത്തിൽ വർണ്ണശബളമാക്കിയുള്ള ഒരു അത്താഘോഷ യാത്രയാണ് നടന്നത്. രാവിലെ 10:30 തന്നെ ഈ അത്തം ഘോഷയാത്ര തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ നിന്ന് ആരംഭിച്ചു. അത്തം നഗറായ ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ നിന്ന് ആരംഭിച്ചു. അവിടെ നിന്ന് സ്റ്റാച്ചു ജംഗ്ഷനും കഴിഞ്ഞ് കിഴക്കേക്കോട്ട വഴി എസ് എൻ ജംഗ്ഷനിലൂടെ നഗരം ചുറ്റി, തൃപ്പൂണിത്തുറ നഗരം ചുറ്റി തിരികെ ബോയ്സ് ഹൈസ്കൂൾ മൈതാനത്ത് തന്നെ ആണ് എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ വലിയ കുട്ടികളും ഒപ്പം തന്നെ കലാരൂപങ്ങളും മറ്റു കലാകാരന്മാരും അടക്കം 3000-ഓളം പേർ അണിനിരുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് അതിൽ ഉണ്ടായിരുന്നത്, ഈ യാത്രയിൽ, ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, നിശ്ചല ദൃശ്യങ്ങൾ, സമകാലിക വിഷയങ്ങൾ, പഹൽഗാം അടക്കമുള്ള ലഹരിയുടെ അപകടം വ്യക്തമാക്കുന്നത് അടക്കമുള്ള നിശ്ചല ദൃശ്യങ്ങൾ ഇതിനെ വേറിട്ടതായി ഈ ഒരു നിശ്ചല ദൃശ്യങ്ങളിൽ. അങ്ങനെ അത്തം ആഘോഷങ്ങൾക്ക് തൃപ്പൂണിത്തുറയിൽ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള നാളുകൾ അത് തൃപ്പൂണിത്തുറയിലാണെങ്കിലും കേരളക്കരയാകെയും ആഘോഷങ്ങളുടെ നിറവിൽ തന്നെയാണ്. ഏറ്റവും ആദ്യം മഹാബലി ഉണ്ടായിരുന്നു. മഹാബലിക്ക് പിന്നാലെ നഗാര, പല്ലക്ക്, തുടർന്ന് വിവിധ കലാരൂപങ്ങൾ, വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചുള്ള കുട്ടികൾ, അവരുടെ കലാരൂപങ്ങൾ എന്നിവയെല്ലാം തന്നെ അണിനിരുന്നു. ഏറ്റവും ഒടുവിലായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ ഉള്ളത്. കാലാവസ്ഥയും അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പ്രേക്ഷകർ, കാണികൾ ഈ അത്തസമയം കാണുന്നതിന് വേണ്ടി എത്തി. ഇത് കടന്നുപോയ വീതികളിലെല്ലാം, സ്റ്റാച്ചു ജംഗ്ഷനിലാണെങ്കിലും എസ് എൻ ജംഗ്ഷനിലാണെങ്കിലും കിഴക്കേക്കോട്ടയിലാണെങ്കിലും എല്ലാം തന്നെ നിറഞ്ഞ ജനക്കൂട്ടം തന്നെയാണ് ബാരിക്കേഡിന്റെ ഇരുവശവും അത്തം ഘോഷയാത്ര കാണുന്നതിന് എത്തിയിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ തൃപ്പൂണിത്തുറയെ സംബന്ധിച്ചിടത്തോളം തൃപ്പൂണിത്തുറ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്താഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ. അതിൽ കലാരൂപങ്ങളുണ്ട്, ഒപ്പം തന്നെ നൃത്യങ്ങളുണ്ട്, മറ്റു കലാരൂപങ്ങളെല്ലാം തന്നെ അണിനിരന്നുള്ള വിപുലമായ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ തൃപ്പൂണിത്തുറയിൽ അത്തം ആഘോഷങ്ങൾക്ക് തുടക്കമാകുമ്പോൾ കേരളക്കരയാകെ തിരുവോണത്തിന് ഉള്ള ഒരു തയ്യാറെടുപ്പ്, പൊന്നോണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ അടക്കം സമകാലികമായ നിരവധി വിഷയങ്ങൾ അത് വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, ലഹരിക്കെതിരായ പോരാട്ടം എത്രമാത്രം ശക്തമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്, രാജ്യത്തിന് നേരെയുള്ള ഭീകര ആക്രമണങ്ങൾ അതിനെ ചെറുക്കേണ്ടത് ആവശ്യകത എന്നിവയെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇതിന്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു അത്തച്ചമയ ഘോഷയാത്ര തന്നെയാണ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ മന്ത്രി എം ബി രാജേഷും പി രാജീവും അടക്കം പങ്കെടുത്ത ചടങ്ങിൽ നടൻ ജയറാമാണ്, പത്മശ്രീ ജയറാമാണ് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. അവിടെ നിന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതിന് പിന്നാലെ ഓരോ രൂപങ്ങളായി, ഓരോ ആഘോഷങ്ങളായി, ഓരോ സ്കൂളുകളിലെ വിദ്യാർത്ഥികളായി ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ ഭാഗമായി അണിനിരുന്നു. ഇപ്പോൾ പ്രധാനപ്പെട്ട വീതികളിലൂടെ എല്ലാം അത്തച്ചമയ ഘോഷയാത്ര കടന്നുപോയി കഴിഞ്ഞു. ഇനിയുള്ളത് അതിന്റെ സമാപനമാണ്. അങ്ങനെ തുടക്കം ഗംഭീരമായി തന്നെ, അല്ലെങ്കിൽ ആഘോഷമായി തന്നെ അത്തച്ചമയ ഘോഷയാത്ര നടന്നിരിക്കുന്നു. എങ്ങനെയാണോ രാജഭരണകാലത്ത് അത്തച്ചമയം ഉണ്ടായിരുന്നത്, എങ്ങനെയാണോ കൊച്ചി രാജാവ് തന്റെ പ്രജകളെ കാണാൻ അവിടെ സായുധ സമേതമായി, അല്ലെങ്കിൽ തന്റെ അംഗരക്ഷകരോടുകൂടി കടന്നുപോയിരുന്നത്, അതിന്റെ ഒരു ഓർമ്മ പുതുക്കിയായിരുന്നു പിന്നീട് അത്തച്ചമയങ്ങളെല്ലാം തന്നെ നടന്നത്. തുടക്കത്തിൽ രാജകീയ അത്തച്ചമയമാണ് എങ്കിൽ പിന്നീട് ജനകീയ സർക്കാരുകൾ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ജനകീയ അത്തച്ചമയമായി മാറി. 1960-കൾക്ക് ശേഷം മുതൽ ജനകീയ അത്തച്ചമയമായി അത് മാറി. ആദ്യം തൃപ്പൂണിത്തുറയിൽ തന്നെ ആയിരുന്നു, ഹിൽ പാലസിൽ വെച്ചായിരുന്നു അതിന്റെ തുടക്കമെങ്കിൽ പിന്നീട് അത് തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ മൈതാനത്തിലേക്ക് മാറി. തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ മൈതാനിയിൽ നിന്നാണ് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് പൂർണ്ണമായിരിക്കുന്നു, ഒപ്പം തന്നെ ആഘോഷങ്ങൾക്ക് തുടക്കവുമായിരിക്കുന്നു. ശരി, അത്തച്ചമയ ഘോഷയാത്ര തൃപ്പൂണിത്തുറയിൽ നടക്കുന്നു. ആനുകാലിക വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിശ്ചല ദൃശ്യങ്ങൾ, ആഘോഷത്തിൻ്റെ പൊടിപൂരമാണ് അവിടെ കാണാനാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.